ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, 2025 ആദ്യ ദിനങ്ങളിലാണ് നമ്മളുള്ളത്. പുത്തൻ തീരുമാനങ്ങൾ, പുത്തൻ കാൽവയ്പ്പുകൾ, പുത്തൻ ദർശനങ്ങൾ, ഇതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. 2024 നമ്മൾ അവസാനിപ്പിച്ച കാര്യങ്ങൾ 25 കൂടുതൽ മെച്ചപ്പെട്ട് കൂടുതൽ തീക്ഷ്ണതയെ ചെയ്യാനുള്ള ശ്രമത്തിലാണ് നമ്മളെല്ലാവരും. ഈ തുടക്ക സമയത്ത് വലിയ തീക്ഷ്ണതയോട് നമ്മൾ മുന്നേറി കഴിയുമ്പോൾ നമ്മളെ ഇനി മുന്നോട്ടുള്ള നാളുകളിൽ അത് വലിയൊരു ശക്തിയായിട്ട് മാറുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പണ്ട് തൊട്ടേ നമ്മൾ കേട്ടിട്ടുള്ളൊരു കാര്യമാണല്ലോ, തുടക്കം നന്നായാൽ ഏറെ മെച്ചമായി തീരും, തുടക്കം നന്നായാൽ പകുതിയായി എന്നൊക്കെയാണ് പറയാറുള്ളത്. അപ്പം നമ്മളുടെ ഈ 2025 തുടക്കം നമ്മൾ വളരെ തീക്ഷ്ണമായിട്ട് ആരംഭിച്ചു കഴിഞ്ഞാൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ വലിയൊരു ശക്തിയായിട്ട് മാറുന്നത് തീർച്ചയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വീഡിയോ ക്ലിപ്പ് കാണാനിടയായി. ഒരു വളരെ തമാശയായിട്ട് തോന്നാവുന്ന ഒരു വീഡിയോ ക്ലിപ്പാണ്. പക്ഷേ അതിൽ നിന്ന് വളരെ ശക്തമായൊരു ഒരു പ്രേരണ പരിശുദ്ധാത്മാവ് തന്നത് നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു മീറ്റിംഗ്, അവരുടെ ഒരു പ്രതിഷേധ റാലിയുടെ അവരുടെ എന്തോ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പാണ്. അവർ മുദ്രാവാക്യം വിളിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പാണ്. അതിങ്ങനെയാണ്, അവരുടെ ലീഡർ മുന്നിൽ നിന്നുകൊണ്ട് വിളിച്ചു കൊടുക്കുകയാണ്, ഞങ്ങൾക്കില്ല ജാതി മതം. അപ്പോൾ നൂറുകണക്കിന് അനുയായികൾ പുറകെ നിന്നുകൊണ്ട് ഞങ്ങൾക്കില്ല ജാതി മതം. അപ്പോൾ അടുത്തായിട്ട് പറയുകയാണ്, ഞങ്ങൾക്കില്ല വകതിരിവ്. അപ്പോൾ നൂറുകണക്കിന് ആൾക്കാർ പുറകെ നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, ഞങ്ങൾക്കില്ല വകതിരിവ്. ഇത് ഈ വീഡിയോ ക്ലിപ്പ് കണ്ട് ഞാൻ ചിരിച്ച് മടുത്തുപോയി. ഇത് ഒരു കോമഡി ഒന്നും അല്ല കേട്ടോ, ഒറിജിനലായിട്ട് ഒരു ടൗണിൽ നടന്ന ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗം കെട്ടിത്തേക്കുന്നതാണ്. പാർട്ടിയുടെ ഒരു ലീഡർ വിളിച്ചു കൊടുക്കുകയാണ്, ഞങ്ങൾക്കില്ല ജാതി മതം, ഞങ്ങൾക്കില്ല വകതിരിവ്. അദ്ദേഹം ഉദ്ദേശിച്ചത് ഞങ്ങൾക്കില്ല വേർതിരിവെന്നായിരിക്കും ഉദ്ദേശിച്ചത്. പക്ഷെ വിളിച്ചു പറഞ്ഞത് ഞങ്ങൾക്കില്ല വകതിരിവ്. അപ്പോൾ താഴെ പല്ല് എഴുതിയിട്ടുണ്ട്, കൃത്യമായിട്ട് തന്നെ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ വിളിച്ച് പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞ് താഴെ കൊണ്ട് ട്രോളിയിട്ടുണ്ട്. ഇത് കണ്ട സമയത്ത് ഞാൻ ചിന്തിച്ച കാര്യം ഈ വിളിച്ച് പറഞ്ഞ ആളെക്കുറിച്ചല്ല. അത് ഞാൻ പിന്നീട് ചിന്തിച്ചു, നിങ്ങളെല്ലാം ഞാൻ പറയാം. വിളിച്ച് പറഞ്ഞ ആളെക്കുറിച്ചല്ല, നൂറുകണക്കിന് ആളുകൾ ഇത് കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. ആ കേട്ടുകൊണ്ടിരുന്ന ആളുകളും ഇത് തന്നെ വിളിച്ച് പറയുകയാണ്. നിങ്ങൾക്കറിയാം, ഞങ്ങൾക്കില്ല വകതിരിവെന്ന് പറയുന്ന വാക്ക് എത്രയോ വലിയൊരു പോഷത്വം നിറഞ്ഞ വാക്കാന്ന് നിങ്ങൾക്കറിയാം. എന്നിട്ട് ഈ കേൾക്കുന്ന ഈ നൂറുകണക്കിന് ആളുകളും ഇത് തന്നെ വിളിച്ച് പറയുകയാണ്. അപ്പോൾ അവരുടെ മാനസികാവസ്ഥ എന്ത്? അന്ധമായി പോയ മനസ്സുകൾ അല്ലേ. ഇത് കണ്ട സമയത്ത് കുറച്ച് സമയം ചിരിച്ചുവെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യം എൻ്റെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാ ബോധ്യം നൽകി. ഒരാളല്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങളെ ശരിയായി വിശ്വസിച്ച് തുടങ്ങിയാൽ പിന്നെ നിങ്ങൾ പറയുന്നത് സൂക്ഷിച്ചോണം. കാരണം നിങ്ങൾ പറയുന്നത് എന്തും കണ്ണുമടച്ച് അവർ സ്വീകരിക്കാൻ തുടങ്ങും. ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റുള്ളവർ കണ്ണുമടച്ച് നിങ്ങൾ പറയുന്നത് കേൾക്കാൻ ചെയ്യുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പിന്നീട് പറയുന്നത് എന്താണ് ശ്രദ്ധിച്ചോണം. കാരണം നിങ്ങൾ പറയുന്നത് എന്തും അന്ധമായി അവർ സ്വീകരിച്ചു തുടങ്ങും. പ്രിയപ്പെട്ട ശുശ്രൂഷകർ, ഇത് ഞാൻ എൻ്റെ ശുശ്രൂഷകരോടാണ് ഇക്കാര്യം പങ്കുവയ്ക്കുന്നത്. പ്രധാനമായിട്ടും നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒത്തിരിയേറെ പേര് ഫോളോ ചെയ്യുന്ന ശുശ്രൂഷകരുണ്ട്. ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനും ആളുകൾ ഫോളോ ചെയ്യുന്ന ശുശ്രൂഷകരുണ്ട്. നമ്മളെല്ലാം കണ്ണു തുറപ്പിക്കേണ്ട ഒരു കാര്യമാണിത്. മറ്റുള്ളവർ നമ്മളെ അന്ധമായി വിശ്വസിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ സൂക്ഷിച്ചോണം. നമ്മൾ ചെയ്യുന്ന, പ്രത്യേകിച്ച് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ സത്യവിശ്വാസത്തിന് ചേർന്നതല്ല എങ്കിൽ ഇത് ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനും ആളുകൾ വഴിതെറ്റാൻ പോവുകയാണ്. ഇതുകൊണ്ടാണ് യാക്കോസ്ലിയായുടെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളിൽ അധികം പേർ പ്രബോധകരാകാൻ തുനിയരുത്. കാരണം പ്രബോധകർ കൂടുതൽ കഠിനമായ ശിക്ഷയ്ക്ക് പാത്രമാവും നിങ്ങൾക്കറിയാമല്ലോ. എന്താണ് കാരണം? ഈ പ്രബോധകനെ ഇത് കേൾവിക്കാർ വിശ്വസിച്ച് തുടങ്ങിയിരിക്കുന്നതുകൊണ്ട് പ്രബോധകൻ എന്ത് പഠിപ്പിക്കുന്നുവോ അത് വിശ്വാസികൾ ഹൃദയത്തിലേക്ക്
കണ്ണ് മടച്ച് അന്ധമായി സ്വീകരിച്ചു തുടങ്ങും. നമുക്കറിയാം, നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചാലും ശ്രദ്ധിച്ചില്ലെങ്കിലും നമ്മളുടെ ജീവിതശൈലി നമ്മളിൽ രൂപപ്പെട്ട ബോധ്യങ്ങളിൽ നിന്ന് ഉടലെടുത്തതാണ്. നമ്മൾ ചെറുപ്പകാലത്തോ പിന്നീട് എപ്പോഴെങ്കിലോ എവിടുന്നെങ്കിലുമൊക്കെ ഒരുപക്ഷെ കുടുംബത്തിൽ നിന്ന്, അല്ലെങ്കിൽ പുസ്തകം വായിച്ചപ്പോൾ, അല്ല മറ്റ് വ്യക്തികളിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ രീതികളിൽ നമ്മളിലേക്ക് കടന്നു വന്ന ആശയങ്ങൾ, ബോധ്യങ്ങൾ, അത് നമ്മളിൽ രൂഢമൂലമായി അതിൽ നിന്നാണ് നമ്മളിൽ ഒരു ജീവിതശൈലി രൂപപ്പെടുന്നത്. അതുകൊണ്ട് തെറ്റായ ആശയങ്ങൾ, തെറ്റായ വിശ്വാസം, തെറ്റായ ബോധ്യങ്ങൾ നമ്മളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ തെറ്റായ ജീവിതശൈലി നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരും. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നു, അല്ലെ, വിശ്വാസികളെല്ലാം ആഗ്രഹിക്കുന്നു തങ്ങൾക്ക് വിശുദ്ധരാകണം. വിശുദ്ധരാകണം എന്നുണ്ടെങ്കിൽ, ധാർമ്മികത ശരിയായ ക്രമത്തിൽ പോകണം എന്നുണ്ടെങ്കിൽ തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന പ്രബോധനങ്ങൾ, ബോധ്യങ്ങൾ അത് കൃത്യമായിരിക്കണം. ഇപ്പം ഇവിടെയാണ് ഒരു ശുശ്രൂഷകൻ വിശ്വാസികളെ ശുശ്രൂഷിക്കുകയാണ്. അയാളുടെ ആഗ്രഹം ഇത് കേൾക്കുന്ന ആളുകൾ വിശുദ്ധരാകാൻ വേണ്ടിയാണ്. പക്ഷെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, അയാൾ പഠിപ്പിക്കുന്ന, പ്രബോധിപ്പിക്കുന്ന കാര്യങ്ങൾ സത്യവിശ്വാസവുമായിട്ട് ചേർന്ന് പോകുന്നതല്ല എങ്കിൽ, ശരിയായ ധാർമ്മികതയ്ക്ക് സഹായിക്കുന്നതല്ല എങ്കിൽ, ഇദ്ദേഹം എത്രമാത്രം ആത്മാർത്ഥമായി പഠിപ്പിച്ചാലും ആഗ്രഹം എന്താണ്? ആഗ്രഹം ഇത് കേൾക്കുന്ന എല്ലാവരും വിശുദ്ധരാകണം. പക്ഷെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതിനുതകുന്ന കാര്യങ്ങളല്ല എങ്കിൽ എത്രമാത്രം തീഷ്ണതയിൽ, എത്രമാത്രം ശബ്ദമുയർത്തി പറഞ്ഞാൽ തന്നെയും വിശ്വാസികളിൽ ഇത് ഒരു ശരിയായ വിശുദ്ധിയും ധാർമ്മികതയും രൂപപ്പെടുത്തുകയില്ല. എന്ന് മാത്രമല്ല, അതിന് ഓപ്പോസിറ്റ് ഉണ്ടാവുകയും ചെയ്യും. തെറ്റായ ആശയങ്ങളിലേക്ക് പോയി ഈ കേൾക്കുന്ന ആളുകൾ തന്നെ ഇത് ഉള്ളിലേക്ക് സ്വീകരിച്ച തെറ്റായ ആശയങ്ങൾ സ്വീകരിച്ച് മറ്റുള്ളവരിലേക്ക് തെറ്റായ ആശയങ്ങൾ പടർത്തും. അപ്പോൾ എത്രയേറെ അങ്ങനെയുള്ള, അതുകൊണ്ടാണല്ലോ ഈ പാഷാണ്ഡതയെ തിരുസഭ ഇത്രമാത്രം ശക്തമായിട്ട് അപലപിക്കുന്നത്, എതിർക്കുന്നത്. ധാർമ്മികമായി മോശമായിട്ട് ജീവിക്കുന്ന വ്യക്തികൾ സഭയിലുണ്ടെങ്കിലും പാഷാണ്ഡത പഠിപ്പിക്കുന്ന, പ്രബോധിപ്പിക്കുന്ന വ്യക്തികളെ പെട്ടെന്ന് തന്നെ സഭ ശ്രദ്ധിക്കുകയും ചെറിയ കാര്യങ്ങളിൽ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ അവർക്ക് തിരുത്തൽ കൊടുക്കുന്നതിൻ്റെ കാരണം അതുകൊണ്ടാണ്. എൻ്റെ പ്രിയപ്പെട്ട ശുശ്രൂഷകരെ, ഈ 2025 ആരംഭത്തിൽ എൻ്റെ ഉള്ളിൽ ശക്തമായി ലഭിച്ച ഒരു പ്രചോദനം നിങ്ങളുമായിട്ട് പങ്കുവെച്ചതാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അതിതായിരുന്നു. അതായത്, മറ്റുള്ളവർ നമ്മളെ കണ്ണുമടച്ച് വിശ്വസിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, ഒരാളെങ്കിലും കണ്ണുമടച്ച് വിശ്വസിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, ഇനി നമ്മൾ പറയുന്നത് എന്താണ് ശരിക്കും ശ്രദ്ധിക്കണം, പഠിപ്പിക്കുന്നത് എന്താണ് ശരിക്കും ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അത് കഠിനമായ ശിക്ഷയ്ക്ക് കാരണമായി തീരും. നമുക്കറിയാം, ശുശ്രൂഷകരായി നമ്മൾ ആഗ്രഹിക്കുന്ന എന്താണ്? മറ്റുള്ളവരുടെ ആത്മരക്ഷയാണ്, അല്ലേ? മറ്റുള്ളവരുടെ ആത്മരക്ഷയാണ്, അവരുടെ വിശുദ്ധിയാണ്, അവർ വഴി അനേകം പേര് വിശുദ്ധരാകാൻ വേണ്ടിയാണ്. പക്ഷേ എന്നാൽ നമ്മുടെ പ്രബോധനങ്ങളിൽ ശരിക്കും ശ്രദ്ധിക്കാത്തത് കൊണ്ട് നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നുവോ അതിന് വിരുദ്ധമായ ഫലമാണ് സഭയിൽ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ഇനിയുള്ള നമ്മളുടെ ശുശ്രൂഷകളിൽ, പ്രത്യേകിച്ച് പ്രബോധനങ്ങളിൽ തെറ്റുകൂടാതെ, കുറവ് കൂടാതെ, പരിശുദ്ധ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന വിരുദ്ധമായി ഒന്നും ഉണ്ടാകാതിരിക്കുവാൻ, സഭ പഠിപ്പിക്കുന്നതെല്ലാം അതിൻ്റെ പരമാവധി മനസ്സിലാക്കി സഭ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ പഠിപ്പിക്കുവാൻ നമുക്ക് പ്രത്യേകമായിട്ട് ശ്രമിക്കാം. ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികളെ, നിങ്ങൾ IHS മിനിസ്ട്രിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വലിയ കാര്യം ഇതാണ്: തെറ്റുകൂടാതെയും കുറവ് കൂടാതെയും സഭയുടെ സത്യവിശ്വാസം പരമാവധി എല്ലാവരിലേക്ക് എത്തിക്കണം. അങ്ങനെ ആഗ്രഹിക്കുന്ന ഞങ്ങൾക്ക് തന്നെ ഒരു ചെറിയ കുറവ് പോലെ സംഭവിക്കാതെ മുന്നോട്ട് പോകുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് വളരെ ആത്മാർത്ഥമായി സ്നേഹപൂർവ്വം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഈശോ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.